ഡോക്ടർ ജോർജ് പടനിലം എന്ന സമർത്ഥനായ സർജൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് നാം നടത്തുന്നത്. സമർത്ഥനായ ഒരു ഡോക്ടർ എന്നതിനോടൊപ്പം തന്നെ നലം തികഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഡോക്ടർ. മനുഷ്യസ്നേഹത്തിൻ്റെ നനവ് മനസ്സിൽ സൂക്ഷിക്കുന്നു. ദീർഘകാലത്തെ അമേരിക്കൻ ജീവിതാനുഭവങ്ങളും നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമൊക്കെ പ്രമേയമായി ഡോക്ടറുടെ എഴുത്തിൽ കടന്നു വരാറുണ്ട്. ബ്ലോഗ് എഴുത്തിൽ ഡോക്ടർ ഇന്ന് ഏറെ സജീവനാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിനതീതം എന്ന ഒരു ബ്ലോഗ് ഈയിടെ ശ്രദ്ധിക്കപ്പെട്ടു. ആ ബ്ലോഗിനെ കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. ഡോക്ടർ, താങ്കളുടെ ഒരു ബ്ലോഗ് എഴുത്ത് ഈയിടെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കുറ്റബോധത്തിനതീതം. അതിനത് വായിച്ചു നോക്കിയപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിത വീക്ഷണം ഏറെ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന ആ ഒരു സത്യത്തെക്കുറിച്ചാണ് അങ്ങ് പറയുന്നതെന്നാണ്. ഒരു വലിയ വെളുത്ത പ്രതലത്തിലെ ഒരു കറുത്ത ബിന്ദുവിൻ്റെ പരാമർശത്തിലൂടെ വലിയ ഒരു ലോക തത്വം അങ്ങ് പറയുവാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. എന്താണ് അത് എന്നൊന്ന് വ്യക്തമാക്കുക. തീർച്ചയായിട്ടും ടീച്ചറെ, നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചെറുപ്പകാലം മുതൽ കുറ്റബോധം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മളും സമൂഹവും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് നമ്മളെ തന്നെ അറിയാൻ വയ്യാതെ കണ്ട് നമ്മുടെ പ്രാരംഭ മാനസികാവസ്ഥയെ, പരിശുദ്ധമായ മാനസികാവസ്ഥയെ തമസ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ധൂമപടലമാണ് ഈ കുറ്റബോധം. അത് മാറ്റിയാൽ മാത്രമേ ശരിക്കുള്ള പ്രകാശം നമ്മളിൽ വീഴുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പം ഈ കാണുന്ന ആ സ്ക്രീനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത ബിന്ദുവാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ വലിയ വെള്ളപ്രതലത്തിൽ ആ കറുത്ത ബിന്ദു 1000-1 പോലും വലിപ്പമുള്ളതല്ല. പക്ഷേ അതാണ് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ചുറ്റും മുഴുവൻ കറുപ്പായിരുന്നെങ്കിൽ ആ ബിന്ദു നമ്മൾ ഒരിക്കലും കാണത്തില്ല. അപ്പോൾ ആ കറുപ്പിനെ പ്രസക്തമാക്കുന്നത് ചുറ്റുമുള്ള വെളിച്ചമാണ്. അതാണ്. അപ്പോൾ നമ്മൾ ആ ബിന്ദുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അടുത്തടുത്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടി വരും. അവസാനം നമ്മുടെ കണ്ണ് നേരെ അതിൻ്റെ മുമ്പിൽ മാത്രം ഒട്ടിച്ചേർത്ത രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിന്ദു മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ചുറ്റുമുള്ള ആ പ്രകാശം ഒട്ടും കാണത്തില്ല. അപ്പോൾ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് നമ്മൾ എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു തെറ്റിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ആ തെറ്റ് മാത്രം ഇങ്ങനെ വലുതായി തെറ്റ് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്നത്തെ സമുദായം. അപ്പോൾ നാം ഈ തെറ്റിന് അതീതമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തെറ്റിനെ നാം അവഗണിക്കണം. തെറ്റിനെ മാറ്റാനൊക്കത്തില്ല. ആ ഡോട്ടിനെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കത്തില്ല. അത് നമുക്ക് തൂത്ത് മാറ്റാനൊക്കത്തില്ല. അതെ, അതിന് ശ്രദ്ധ എത്രമാത്രം നമ്മൾ അത് മാറ്റണമെന്ന് ശ്രദ്ധിക്കും തോറും അതിന് ശ്രദ്ധ കൂടുക. ശ്രദ്ധയാണ് ഇതിൻ്റെ പോഷണം. അപ്പം അതതിനനുസരിച്ച് ആ ബിന്ദു വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതവിടെ ഇല്ല. ചുറ്റുപാടുമുള്ള ആ പ്രകാശത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഈ ഡോട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നാം കാണിക്കുന്നത് മുഴുവൻ നമ്മുടെ കുറ്റബോധം മാറ്റാനും നമ്മുടെ തെറ്റ് മാറ്റി നമ്മൾ പരിശുദ്ധരായി തീരണമെന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ അവിടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് പ്രാർത്ഥനയിൽ തന്നെ ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് പുണ്യവാളനാകണം എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ പാപിയാണേന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരം വെളുക്കുന്നത്. വൈകുന്നവരെ പാപിയാണെന്ന് പറഞ്ഞാൽ രാത്രി അപ്പോൾ പുണ്യവാളനാകും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അത് ദിവസേന അതിൻ്റെ ആ പാപബോധം നമ്മളിൽ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഒരു ഗ്രാമത്തിൽ ഒരു ക്രൈം നടന്നു എന്ന് വിചാരിച്ചു. ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം ഒരു വലിയ വാർത്തയായി. ആ വാർത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചുറ്റുപാടുമുള്ള ആ ഗ്രാമീണവാസികളെല്ലാം തന്നെ കുറ്റവാളികളല്ലാത്തത് കൊണ്ടാണ്. അതേസമയം അവരെല്ലാം കൊലപാതകികളായിരുന്നെങ്കിൽ അത് ആരും ന്യൂസ് പറയാൻ പോകുന്നില്ല. അപ്പോൾ ഈ അശുദ്ധിയെ പുറത്ത് കാണിക്കുന്നത്
ഇത് ചുറ്റുപാടുമുള്ള പരിശുദ്ധിയാണ് ഈ അശുദ്ധിയെ പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നമ്മളത് മറന്നുപോയി. കാരണം വെച്ചാൽ ചെറുപ്പം മുതലേ കുറ്റബോധത്തിൽ വളർന്നിരിക്കുന്ന നമുക്ക് നല്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മളിപ്പോൾ ഒരു പത്രമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നത് മുഴുവൻ കൊലപാതകം, ബലാത്സംഗം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അപഹസിക്കുക. ഒരു നല്ല വാർത്ത വന്നാൽ ആരാ വായിക്കുന്നത്? പണ്ട് മദർ തെരേസയെക്കുറിച്ച് ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ ഹോളിവുഡിലുള്ള അമേരിക്കയിൽ ഹോളിവുഡിലുള്ള 1-2 പേര് പരിശ്രമിച്ചു. അപ്പം ഈ മൂവി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു പുണ്യാളത്തെക്കുറിച്ച് മൂവി ഉണ്ടാക്കിയാൽ കാണാൻ ആരെ കിട്ടുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ അവന് ഒരുങ്ങിയില്ല. അതേസമയം കൊലപാതകവും കൊള്ളരുതാഴികയും അനീതിയും കാണിക്കുന്ന മൂവിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറും കാണാനായിട്ട്. അങ്ങനെ നമ്മളെ അശുദ്ധിയെയും കൊള്ളരുതാഴികയും മാത്രം പ്രാധാന്യം കൊടുത്ത് ബാക്കി നമ്മളിലുള്ള പരിശുദ്ധിയെ കാണാതെ കണ്ട് നമ്മളങ്ങനെ ജീവിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ലോകം മുഴുവൻ നമ്മുടെ ആ വീക്ഷണകോണം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ പരിപൂർണത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതദർശനത്തിൽ പറയുന്നത് പോലെ ഒരു പരമാണുവിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ വീക്ഷണകോണത്തിൽ കൂടെ നമ്മളൊരു ട്യൂബിനകത്തൂടെ, ട്യൂബുലർ വിഷൻ എന്ന് പറയും, ഒരു ട്യൂബിനകത്തൂടെ നമ്മൾ നോക്കുന്ന ഒരു തുരങ്കത്തിനകത്തൂടെ നോക്കുന്നത് പോലെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. ആ തുരങ്കത്തിൻ്റെ ഭിത്തി മുഴുവൻ കറുത്തതാണ്. അപ്പോൾ അതാണ് നമ്മുടെ കുഴപ്പം മുഴുവൻ. നമ്മുടെ വീക്ഷണകോണം മാറ്റി നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണാൻ സാധിക്കും. പക്ഷേ അതിന് പറ്റുകേലാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ അടിയുറച്ച കുറ്റബോധമാണ്. അപ്പോൾ ഈ കുറ്റബോധത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ കുറ്റബോധത്തിനെ അവഗണിക്കണം. അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കരുത്. അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. കൊച്ചായിരുന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാതിരുന്ന ഒരു കാലത്തെ ഞാൻ വ്യാഖ്യാനിച്ചെടുത്ത ഒരു തെറ്റായ അഭിപ്രായമാണ്. അത് ഞാൻ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് ആ അഭിപ്രായം രൂപീകരിച്ചത്. അതുകൊണ്ട് എനിക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. വേറെ ആരെയും ഞാനതിനെ ആശ്രയിക്കാൻ പാടില്ല. ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. എനിക്കത് മാറ്റിയെടുക്കാൻ ഒക്കും എന്നുള്ള ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറ്റബോധം മാറ്റിയെടുക്കാനൊക്കും. കുറ്റബോധത്തിന് അതീതമായിട്ടുള്ള പരിശുദ്ധിയെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ അതാണ് യാഥാർത്ഥ്യം. 99.9% പരിശുദ്ധിയാണ്. അത് നമ്മൾ കാണുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം പരിശുദ്ധമായിരിക്കും. അങ്ങനെയാണ് കുറ്റബോധത്തിന് അതീതമായി പോകേണ്ടത്. കുറ്റബോധത്തിന് അതീതമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി നാം മാറുമെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമായി എന്നാണ് ഡോക്ടർ പറയുന്നത്. പരിശുദ്ധമായ ഒരു മനസ്സ് നമ്മുടെ ചിന്തയിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ നമുക്ക് ബലമായി ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ സന്തോഷത്തോടെ കാണുവാനും വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കും. തെറ്റുകളിൽ നിന്ന്, ക്രൂരതകളിൽ നിന്ന്, ആ ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിൻപോട്ട് വലിക്കുകയും സന്തോഷത്തിൻ്റെയും ശാന്തതയുടേതുമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം. അവിടെയാണ് നമ്മുടെ ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത ചിന്തകളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം.